രണ്ട് സിനിമകൾക്ക് കൂടി സെൻസർ ബോർഡ് കട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫുലെ എന്ന സിനിമയാണ്. അത് സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിറാവ് ഫുലെ, സാവിത്രിഭായ് ഫുലെ എന്നിവരുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ്. മറ്റൊന്ന് സന്തോഷ്, അതൊരു UK സിനിമയാണ്, പക്ഷേ ഹിന്ദി ഭാഷയിലെടുത്ത ചിത്രമാണ്. അതൊരു കുറ്റാന്വേഷണ കഥയാണ്. പക്ഷേ രണ്ട് ചിത്രങ്ങളുടെയും പ്രമേയം ജാതിയാണ്. അപ്പോൾ ഈ ഫുലെക്കെതിരെ മഹാരാഷ്ട്രയിൽ ബ്രാഹ്മണിക് സമുദായ സംഘടനകളുടെയൊക്കെ വലിയ എതിർപ്പിന് പിന്നാലെ അതിങ്ങനെ അതിൻ്റെ റിലീസിങ് നീട്ടിക്കൊണ്ടു പോകുന്നൊരവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ രാജ്യത്ത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഇപ്പോഴും കട്ടും വെട്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ കാണണം എന്നതും കൂടി സംസാരിക്കുകയാണ്. അജിംസ, രണ്ട് സിനിമയുടെ പ്രമേയം ജാതിയാണ്. എന്താണത് സെൻസർ ബോർഡിന് ഇത്രമേൽ അതൃപ്തി ഉണ്ടാക്കാനുള്ള ഒരു പ്രമേയമായി മാറിയത് എങ്ങനെയാണ്? നമ്മൾ എമ്പുരാൻ്റെ കാര്യത്തിൽ കണ്ടില്ലേ, സമാനമായ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഫൂലേക്ക് വരുന്നത്. ഇപ്പോൾ ഫൂലയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് മഹാത്മാ എന്ന പേര് ആദ്യമായി വിളിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് മഹാത്മാ ഫൂലെ. മഹാത്മാഗാന്ധിക്ക് മുമ്പേ മഹാത്മാവായ ആളാണ് മഹാത്മാ ഫൂലെ. അയ്യങ്കാളിയെ മഹാത്മാ എന്ന് വിളിക്കണം, മഹാത്മാ അയ്യങ്കാളി എന്ന് തന്നെ പറയണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും മഹാത്മാഗാന്ധിയേക്കാൾ മുമ്പ് തന്നെ മഹാത്മാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് ഫൂലെ. അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ നവോത്ഥാന സംരംഭങ്ങൾ, ഇപ്പോൾ രാജാ റാം മോഹൻ റോയിയെ പോലുള്ളവർ, ആര്യ സമാജം, ഇവരൊക്കെ നടത്തിയിട്ടുള്ളൊരു നവോത്ഥാന ശ്രമങ്ങളുണ്ട്. ആ നവോത്ഥാന ശ്രമങ്ങൾ പ്രധാനമായും ഒതുങ്ങി നിന്നത് ബ്രാഹ്മണ സമുദായത്തിലാണ്, മുന്നാക്ക ജാതിയിൽപ്പെട്ട ബ്രാഹ്മണ സമുദായത്തിൽ. അവിടെ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടി, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി, അനാചാരങ്ങൾക്കെതിരെ പോരാടി, സതി നിർത്തലാക്കി. ഇതുപോലുള്ള അപ്പർ കാസ്റ്റിൽ മാത്രം നടന്നൊരു നവീകരണ മൂവ്മെൻറ്റാണ് രാജാ റാം മോഹൻ റോയ് അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്തരം നവീകരണ ശ്രമങ്ങളോട് അതിന് താഴെയുള്ള ജാതികൾ, ഞാൻ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്, ഉത്തരേന്ത്യയിലെ കാര്യമാണ്. ഇപ്പോൾ ക്ഷത്രിയ വിഭാഗം, വൈശ്യർ, ശൂദ്രർ, അവരിൽ അങ്ങനെ ഒരു റിഫോർമേറ്റീവ് മൂവ്മെൻറ്റ് പോലൊന്നും ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഈ ജാതിയിലൊന്നും പെടാത്ത, ഈ ജാതി ഘടനയിലേ വരാത്ത ദലിതുകൾക്കിടയിൽ, അൺടച്ചബിൾസ് എന്ന് അന്ന് വിളിക്കപ്പെട്ടിരുന്ന ആളുകൾക്കിടയിൽ ഒരു സാമൂഹിക പരിഷ്കർത്താവായി ജ്യോതിബ ഫൂലെ വരുന്നത്. അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളായിരുന്നു ജ്യോതിബ ഫൂലെ. അദ്ദേഹം ഒരു മിഷണറി സ്കൂളിൽ പഠിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രി ഫൂലെയും ചേർന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുൻകൈ എടുത്തുകൊണ്ടാണ് അവർ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടു, സിനിമയുടെ ട്രെയിലർ കണ്ടു. ട്രെയിലറിൽ അദ്ദേഹം നടത്തുന്ന ജാതി വിരുദ്ധ പ്രവർത്തനങ്ങൾ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ, ഇതേക്കുറിച്ചാണ് അതിൽ കാണിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ജാതികളെ വിമർശിക്കുകയോ ഒന്നും, ഒരു തരത്തിലുള്ള റെഫറൻസും അതിലില്ല. അതിലാകെ ജാതി എന്ന് തോന്നിക്കാവുന്ന ഒരു ബ്രാഹ്മണ കുട്ടി ഈ സാവിത്രി ഫൂലെയെ ചാണകം വെച്ചെറിയുന്നൊരു സീനുണ്ട്. അതല്ലാതെ ബ്രാഹ്മണരെ നേർക്കുനേരെ എന്തെങ്കിലും പറയുന്ന ഒന്നില്ല. കാരണം CBFCക്ക് ബ്രാഹ്മിൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടന പരാതി കൊടുത്തിട്ടാണ് ഇതിൽ കട്ട് വരുത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ കട്ട് ചെയ്യാൻ മാത്രം അതിലൊന്നുമില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം CBFCയുടെ ഇടപെടൽ കൊണ്ട് ഇന്ന് റിലീസ് ചെയ്യുന്ന പടം 25ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് CBFC ഇപ്പോൾ ബ്രാഹ്മണ സമുദായത്തിന് എതിരായിട്ടാണ് ആ സിനിമ എന്ന് അവർക്ക് തോന്നി, അവരെ ബ്രാഹ്മണരെ ബാഡ് ലൈനിലിർത്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലൊന്നും ചെയ്യാനില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജ്യോതിബ ഫൂലെ ഈ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനത്തിന് ഇറങ്ങി നടക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ഒരു കഥാപാത്രം ചോദിക്കുന്ന ഒരു ട്രെയിലറുണ്ട്. നിങ്ങൾ ആ സമൂഹത്തെ നവീകരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരൂ എന്ന് പറയുന്നുണ്ട്. ഈ ജാതി നിർമ്മാർജ്ജനത്തിനും നടക്കാതെ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കും. അതിന് ജ്യോതിബ ഫൂലെ പറയുന്ന ഒരു മറുപടി ആ സിനിമയിലുണ്ട്. അത് പറയുന്നത് 300 വർഷമേ ആയിട്ടുള്ളൂ ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കിയിട്ട്, പക്ഷേ ഞങ്ങൾ അടിമകളായിട്ട് 3000 വർഷമായി. അപ്പോൾ ഏതാണ് ആദ്യം പരിഹരിക്കേണ്ടതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. അതായത് ബ്രിട്ടീഷുകാരെ പുറത്ത്, കാരണം വെച്ചാൽ ജ്യോതിബ ഫൂലെക്ക് അറിയാം ജ്യോതിബ ഫൂലെ എങ്ങനെയാണ് സാമൂഹ്യ പരിഷ്കർത്താവായതെന്നും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ടാണ്, അദ്ദേഹം ഒരു മിഷണറി സ്കൂളിൽ പഠിച്ച് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണെന്നുള്ള ബോധം പോലും അദ്ദേഹത്തിനുണ്ടായത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ കോൺട്രവേഴ്ഷ്യലാണ് ഈ സിനിമ ഫൂലെ. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഇപ്പോൾ ഇതിൽ ജാതിയെ പരാമർശിക്കുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് കാണണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജാതിയെ പരാമർശിക്കുന്ന കാര്യങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അൺടച്ചബിൾസിനെതിരായ, അതായത് ഐത്തത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ജാതീയതയ്ക്കെതിരായിട്ടുള്ള ഒരു സിനിമ എങ്ങനെയാണ് പറയുക? ജാതിയെക്കുറിച്ചുള്ള ഒരു പരാമർശം കട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ജ്യോതിബ ഫൂലെയുടെ കഥ പറയുക? അത് കഴിയില്ലല്ലോ. അപ്പോൾ എന്തിനാണ് അത് BJPയെ വിരളി പിടിപ്പിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഒന്നാമത്തെ കാര്യം, BJP ഈ പറയുന്ന പഴയകാല കീഴാള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നായകന്മാരെ മുഴുവൻ അപ്രോപ്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു ആവട്ടെ, ജ്യോതിബ ഫൂലെ ആവട്ടെ,
അങ്ങനെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള ചെറുത്തുനിൽപ്പുകളുടെ ആളുകൾ മുഴുവൻ, ഐക്കണുകൾ മുഴുവൻ, അംബേദ്കർ ആവട്ടെ, എല്ലാവരെയും അപ്രോപ്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജ്യോതിബ ഫൂലേക്ക് ഭാരതരത്ന കൊടുക്കണമെന്ന് BJP റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞ് ഈ 2 ആഴ്ച മുമ്പ് കണ്ടാണ്. ജ്യോതിബ ഫൂലേക്ക് ഭാരതരത്ന കൊടുക്കണം. അത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് BJP നടത്തിയത്. അതിൻ്റെ കാരണം ഈ കോൺഗ്രസ് ഭരിച്ച കാലത്ത് എപ്പോഴും നിങ്ങൾ നോക്കുക, ഈ ലിസ്റ്റ് എടുത്ത് നോക്കുക, ഭാരതരത്ന കിട്ടിയ ആൾ നെഹ്റുവും ഇന്ദിരയും അവർക്ക് തന്നെ ഭാരതരത്ന കൊടുത്തു എന്നുള്ള ആക്ഷേപം നിലനിൽക്കെ തന്നെ ഇവർ കൊടുത്തു മുഴുവൻ ഉന്നത ജാതിക്കാരായ ആളുകൾക്കാണ്. എസ്പെഷ്യലി ബ്രാഹ്മിൻസിനാണ് അവർ ഭാരതരത്ന കൊടുത്തിട്ടുള്ളത്. അതിൽ ആ ലിസ്റ്റിൽ 2 മുസ്ലിങ്ങൾ കൂടി പെട്ടിട്ടുണ്ട്. ഒന്ന് ജാക്കിർ ഹുസൈൻ, പിന്നെ മൗലാന അബുൽ കലാം ആസാദ്. അതല്ലാതെ ബാക്കിയെല്ലാം ഉന്നത കുലജാതരാണ്. അവിടെയാണ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു മോദി സർക്കാർ മറ്റേ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. അവിടെയാണ് ഈ ഭാരതരത്ന കൊടുക്കണം ജ്യോതിബ ഫൂലേക്ക് എന്ന് പറയുന്നിടത്താണ് ഈ സിനിമയിൽ കട്ടുവരുന്നത്. അതൊരു BJPയുടെ ധർമ്മസങ്കടമാണ്. ബ്രാഹ്മണരെ പിണക്കാൻ പറ്റില്ല, അതേസമയം ഈ ദളിത് അപ്രൈസിങ്ങിൻ്റെ ലീഡറെ ഞങ്ങൾക്ക് വേണം താനും, ഇതൊരു ധർമ്മസങ്കടമാണ്. ഇനി സന്തോഷ് എന്ന് പറയുന്ന സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ, സന്തോഷ് എന്ന സിനിമ ഇന്ത്യയിൽ ലഭ്യമല്ല, പക്ഷേ മുബി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലുണ്ട്. ഞാൻ കണ്ട ആ സിനിമയാണ്. അതും ഈ പറയുന്ന പോലെ ഒരു വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാസ്റ്റ് കാണിക്കുന്ന സിനിമയല്ല. അതൊരു വിധവയായൊരു സ്ത്രീ, പോലീസുകാരൻ്റെ ഭാര്യയായിരുന്നു, അവർക്ക് നിയമനം കിട്ടുന്നു പോലീസിൽ, അവർ കേസ് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഈ പറയുന്ന ജാതീയത വരുന്നുണ്ട്, സ്ത്രീ വിരുദ്ധത വരുന്നുണ്ട്, ഇസ്ലാമോഫോബിയയും അതിൽ പ്രമേയമാവുന്നുണ്ട്. അതെന്തിനാണ് അത് UK നിർമ്മിച്ചൊരു പടമാണ്, ഹിന്ദി ഭാഷയിൽ സംസാരിക്കുന്ന ഇന്ത്യ UK സംയുക്ത സംരംഭമാണ്. അതെന്തിനാണ് ഇന്ത്യയിൽ നിരോധിക്കുന്നത് മനസ്സിലാവുന്നില്ല. കാരണം അത് സമാന പ്രമേയമുള്ളൊരു സിനിമ 3-4 വർഷം മുമ്പ് വന്നതാണ് ആർട്ടിക്കിൾ 15 ശക്തമായ, അതിപ്പോൾ നമ്മുടെ UP നടന്നിട്ടുള്ള ദലിത് പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെ തീമാക്കിക്കൊണ്ടുള്ളൊരു സിനിമയാണത്. വളരെ നല്ലൊരു സിനിമയായിരുന്നു ആർട്ടിക്കിൾ 15. അത് തിയേറ്ററിലും പ്രദർശിപ്പിച്ചതാണ്, OTTയിലൊക്കെ വന്നതാണ്, എല്ലാവരും കണ്ട സിനിമയാണ്. ഏതാണ്ട് സമാനമായ എന്നാൽ കുറേ കൂടി മൂർച്ചയുള്ള ഒരു സിനിമയാണ് സന്തോഷ് എന്ന് പറയാം. അതെന്തിനാണ് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാത്തതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പിന്നെ 2014 ശേഷം ഈ സോഷ്യൽ റിഫോർമേഷൻ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ അങ്ങനെ അധികം വന്നിട്ടില്ല ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യ സിനിമയിൽ വന്നിട്ടില്ല. ഏറ്റവും മോദി അധികാരത്തിൽ നിന്ന് തൊട്ട് മുമ്പ് കണ്ടാണ് മറ്റേ ആമിർ ഖാൻ്റെ പടം ഉണ്ടല്ലോ, എന്താണ് ഹിറാനി സംവിധാനം ചെയ്ത ഒരു പടം PK. അത് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തെങ്കിൽ ഒരു പക്ഷേ ഇതിലും വലിയ പ്രശ്നം ഉണ്ടായേനെ. ആ സിനിമ വന്നതിന് ശേഷം അങ്ങനെ ഒരു സാമൂഹിക വിമർശനപരമായിട്ടുള്ള സിനിമകൾ വളരെ കുറച്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ 2014 ശേഷം ബോളിവുഡിൽ വന്ന മാറ്റം, PK ഇറങ്ങിയ ബോളിവുഡിലാണ് നമ്മളിപ്പോൾ പ്രൊപ്പഗണ്ട മൂവീസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൊപ്പഗണ്ട മൂവീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. ഭരണകൂടത്തിന് ഈ കലാരൂപത്തോട്, സിനിമ എന്ന കലാരൂപത്തോട് ഒരു നിലപാടുണ്ട്. അവരത് പറയാതെ തന്നെ സിനിമക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് PK പോലൊരു പടം 2014 ശേഷം വരാത്തത്. ഇപ്പോൾ ആർട്ടിക്കിൾ 15 എന്ന പടം സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്തത്. അപ്പോൾ ഭരണകൂടത്തെ വിമർശിക്കുന്ന ഈ സന്തോഷ് എന്ന പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അത് പോലീസ് എന്ന സേനയിലെ ആ ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ഓപ്പറേഷനെ കാണിക്കുകയാണ്, തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ്. ആ പോലീസിൻ്റെ സ്ത്രീ വിരുദ്ധത, പോലീസിൻ്റെ ജാതീയത, പോലീസിൻ്റെ ഇസ്ലാമോഫോബിയ അത് തുറന്നു കാണിക്കുന്ന സിനിമയാണ്. പ്രത്യക്ഷത്തിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടല്ല, അത് ആ സിനിമാറ്റിക്കായിട്ട് തുറന്നു കാണിക്കുന്ന സിനിമയാണ്. അതുപോലും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഭരണകൂടം CBFC വെച്ചിട്ട് കട്ട് ചെയ്താലും ഇല്ലെങ്കിലും സിനിമാക്കാർക്കറിയാം ഭരിക്കുന്നവർക്ക് എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് അവരലോസരപ്പെടുന്ന പടങ്ങൾ ബോളിവുഡിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇനി ഇത് ഒരു മറാഠി ഫിലിം എന്ന് പറയാൻ കഴിയില്ല, ബോംബെ എന്നുള്ള ഫിലിമാണ്, ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഒരു മലയാളിയാണ് ഇതിൻ്റെ സംവിധായകൻ, മലയാളിയായ ഒരു ഹിന്ദി നടനാണ് സംവിധായകൻ. അതിൻ്റെ പേര് ആനന്ദ് മഹാദേവൻ. സംവിധായകനുമാണ്, നടനുമാണ്. അപ്പോൾ ഭരണകൂടത്തിനെ അലോസരപ്പെടുത്തുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഭരണകൂടത്തെ മാത്രമല്ല, ഭരണകൂടം പിന്തുടരുന്ന ഐഡിയോളജിക്കലായിട്ടുള്ള വിചാരധാരയെ അല്ലെങ്കിൽ ആ വിചാരധാരയെ അലോസരപ്പെടുത്തുന്നൊന്നും സിനിമാക്കാരിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് സെൻസർ ബോർഡിൻ്റെ പുതിയ മാൻഡേറ്റാണ്. വേണുട്ട്, അതേസമയം ഈ ചാവ പോലെയുള്ള സിനിമകൾ എല്ലാത്തരം പിന്തുണയോടെയും സംരക്ഷണത്തോടെയും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ ഒരു നയവും നിലപാടും ഇന്ത്യൻ സിനിമയുടെ ഭാവിക്ക് ഏൽപ്പിക്കുന്ന ഒരു കളങ്കം എങ്ങനെയായിരിക്കും? ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇത്തരം കാര്യങ്ങൾ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധ വരികയും നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സ്റ്റേറ്റിൻ്റെ നറേറ്റീവിനെ ഏതൊക്കെ മേഖലകളാണ് പ്രതിരോധിക്കുന്നത്, ആ മേഖലകൾ ഒന്നൊന്നായി പിടിക്കുകയാണ്. ഇപ്പം ഈ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ഒന്ന് സർവകലാശാലകൾ പിടിക്കലായിരുന്നു, അല്ലേ? JNU അടക്കമുള്ള സർവകലാശാലകൾ, ജാമിയ മിലിയ. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് എതിർസ്വരങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുക? അപ്പോൾ ആ മേഖല.
പിന്നെ ഈ പറയുന്ന അതിനകത്ത് എന്തൊക്കെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കണം, ഏതൊക്കെ ഒഴിവാക്കപ്പെടണം, അങ്ങനെയുള്ള ഇടപെടലുകൾ, ഇപ്പോൾ ഈ പറയുന്ന ത്രിഭാഷാ പദ്ധതിയിലൂടെ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം ഓരോരോ മേഖലകളായിട്ട് പിടിക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന സിനിമാ മേഖല കൂടി ആവുകയാണ്. ഇപ്പോൾ സന്തോഷും ഈ പറയുന്ന ഫൂലെയും അത് നല്ല താരതമ്യമാണ്, എമ്പുരാനും. ഇപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള പ്രൊഡക്ഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് സാമ്പത്തിക ലാഭവും നേട്ടവുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ ആശങ്കകൾ കുറവായിരിക്കാം ആ ഗ്രൂപ്പിന്. അതുകൊണ്ടാണ് ഈ സെൻസർ ബോർഡ് സന്തോഷിൽ ഇന്ന ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അതിന് പ്രദർശനാനുമതിയില്ല. ഇപ്പോൾ മൂവിയിൽ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ അത് സാധ്യമല്ല. മൂവിയിൽ ഇപ്പോൾ വേണമെങ്കിൽ അത് കാണുകയും ചെയ്യാം. അപ്പോൾ ആ പ്ലാറ്റ്ഫോമോട് ഇനി അടുത്ത അവരുടെ ദൃഷ്ടി ചെല്ലാൻ പോകുന്ന മേഖല തന്നെയാണ്. ചില ഇടപെടലുകൾ നടത്തിയിട്ടുമുണ്ടല്ലോ OTT പ്ലാറ്റ്ഫോമുകളായിട്ട് ബന്ധപ്പെട്ടും. അപ്പോൾ സന്തോഷ് പോലൊരു നിലപാടെടുക്കാൻ ഫൂലേക്ക് പറ്റുമോ ഇല്ലയോ എന്നതാണ്. അപ്പോഴാണ് അതൊരു ഇൻഡസ്ട്രിയാണ്, അതിൻ്റെ ലാഭനഷ്ടങ്ങളുടെ പ്രശ്നമുണ്ട്. പക്ഷേ അതിലെന്ത് നിലപാടെടുക്കാൻ കഴിയുമെന്ന് ഇനി അവരാണത് പരിശോധിക്കേണ്ടത്. എമ്പുരാനാണെങ്കിൽ ഇപ്പോൾ ഈ ഫൂലയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു സംഘടനയാണ് പോയത്, ബ്രാഹ്മൺ ഫെഡറേഷൻ അല്ലേ? എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിന്? ബ്രാഹ്മൺ ഫെഡറേഷൻ്റെ പരാതിയിലാണ് ഈ കട്ടും വെട്ടും, ഇപ്പോൾ സൈഫ് പറഞ്ഞ പ്രയോഗം കട്ടും വെട്ടുമൊക്കെ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എമ്പുരാൻ്റെ കാര്യത്തിൽ ഒരു പരാതിയും വന്നിട്ടില്ല, സ്വയമേവ തന്നെ കട്ടും വെട്ടും ഏർപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഇതൊരു നിർണായക സന്ധിയാണ്. സിനിമ എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. അതിലൊക്കെ ഫൈറ്റ് ചെയ്യണോ അതോ കീഴടങ്ങണോ, കട്ടും വെട്ടുമായിട്ട് നീങ്ങണോ, അതല്ല ഇപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അപദാനങ്ങൾ മാത്രം മതി എന്ന രൂപത്തിൽ ഈ പറയുന്ന പ്രമേയങ്ങളും ഒക്കെ ആയിട്ട് സിനിമകൾ ഇറങ്ങണോ, അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റേത് മേഖലയിലും ആളുകൾ അനുഭവിക്കുന്ന ആശയാവിഷ്കാരവുമായി ബന്ധപ്പെട്ട ഭീഷണി സിനിമാ മേഖലയിലും വരുന്നുണ്ട്. അതിനൊരു അപൂർവതയായിട്ട് കാണണ്ട. അവരത് നേരിടട്ടെ, അവരത് നേരിടുകയാണ് വേണ്ടത്. ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ശക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ഡിജിറ്റൽ നിയമ ഭേദഗതി ഇപ്പോൾ വന്നിരിക്കുന്നത്, അത് ഡിജിറ്റൽ മേഖലയെ എങ്ങനെ ബാധിക്കും, RTI എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ഗൗരവത്തിലെടുത്തിട്ടില്ല. പക്ഷേ അതീവ ഗുരുതരമായ വിഷയമാണ്. ഈ ഡിജിറ്റൽ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇത്ര ശക്തമായി കോൺഗ്രസ് ഇപ്പോൾ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടെ സബർമതി യോഗത്തിലൊക്കെ ഒരു പ്രമേയമായിട്ടൊക്കെ അത് വന്നിട്ടുള്ളതാണ്. അശ്വിനി വൈഷ്ണവിന് പരാതി കൊടുത്തിട്ടുണ്ട്. മന്ത്രാലയത്തിന് 105ഓളം നേതാക്കന്മാർ ഒപ്പിട്ട നിവേദനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഫൈറ്റ് ചെയ്യുന്നതാരാ? അതാണല്ലോ നോക്കേണ്ടത്. ഫൈറ്റ് ചെയ്യുന്ന ഒറ്റ സ്ഥാപനമാണ്, അത് എക്സ് ആണ്. കാര്യം പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ എക്സ് ആണ് ഇപ്പോൾ സുപ്രീം കോടതി വരെ അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സർക്കാർ ഒരു പ്രത്യേകമായൊരു ബോഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബോഡിയിൽ ഇവരുടെ ഒരു അംഗവും കൂടെ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇപ്പോൾ എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ഒരു അംഗവും കൂടെ ഉണ്ടാവണം. എന്നിട്ട് സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരത് ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്താണ് ഇവർക്കുള്ളൊരു ഇമ്മ്യൂണിറ്റി എക്സിനുള്ളത്, അത് സർക്കാർ എടുത്ത് കളയും. അങ്ങനെ ഒരു കാടൻ നിയമമാണ് വന്നിരിക്കുന്നത്. അത് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഫൈറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ല, അത് എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഏത് മേഖലയിലായാലും നമ്മുടെ മുന്നിൽ ഇനി രണ്ടേ മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഒന്ന് വിധേയപ്പെടുക, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക. അത് ഏത് മേഖലയിലും അത് സംഭവിക്കാൻ പോവുകയാണ്. എമ്പുരാൻ വിധേയപ്പെടലിൻ്റേതായിരുന്നു, സന്തോഷ് ഫൈറ്റ് ചെയ്യലിൻ്റേതായിരുന്നു. ഫൂലെ എന്താകുമെന്ന് കണ്ടറിയണം. എന്തായാലും സിനിമയ്ക്ക് മറ്റൊരു ധർമ്മം കൂടി ഉണ്ടെന്നായിരുന്നു നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നത്. ഒരു സാമൂഹ്യ പരിഷ്കരണമോ നവോത്ഥാനമോ ഒക്കെ നിറവേറ്റാൻ കഴിയുന്ന ഒരു കലാരൂപമാണ് സിനിമ എന്ന് നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയല്ല. സിനിമ സർക്കാരിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം നമുക്ക് ആസ്വദിക്കേണ്ട ഒരു എൻ്റർടൈനറായി മാത്രം കണ്ടാൽ മതി എന്നാണ് കേന്ദ്ര സർക്കാരും BJPയും നമ്മോട് പറയുന്നത്.